ലിറിക്സ് വേണമെന്ന് പറഞ്ഞു. അത് ശരിയാ. അപ്പോൾ മിഥുൻ ചേട്ടൻ എല്ലാവരോടും ലിറിക്സ് ഉണ്ടോ ലിറിക്സ് അത് ഭയങ്കര ഒരു കോമഡി. പോകല്ലേ, ഇവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, എന്നിട്ട് തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് പെട്ടെന്ന് ലഭിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷിഹാബ് കോട്ടക്കൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് കോഴിക്കോട് ചെലവൂർ കാശ്മീർ കുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ ചാനലിലൂടെയൊക്കെ കുറേ പാട്ടുകളൊക്കെ പാടി ഫേമസ് ആയ കേരളത്തിൽ അറിയപ്പെടുന്ന സൂസൻ തോമസിൻ്റെ കൂടെയാണ് ഇന്നത്തെ വീഡിയോ. നമ്മളെ ചാനലിൽ കുറേ പാട്ടുകൾ പാടി. അപ്പം തന്നെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിരുന്നു സൂസൻ നാട്ടിൽ ചെന്നാൽ സൂസനുമായിട്ട് നല്ല ഇൻ്റർവ്യൂ വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് എനിക്ക് അതിനൊരു അവസരം ലഭിച്ചു. അപ്പോൾ സൂസൻ്റെ കൂടെയാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, വെൽക്കം സൂസൻ. അപ്പോൾ നമ്മളെ സൂസൻ ഇവിടെ സൂസനെ നേരിട്ട് കാണാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. സൂസൻ്റെ എന്താ പറയുക, സൂസനെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും പറയാറുണ്ടായിരുന്നു. അപ്പോൾ സൂസന് നല്ല പാട്ടുകളൊക്കെ നമ്മളെ ചാനൽ വഴി കുറേ പാട്ടുകളൊക്കെ വൈറലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സൂസൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഇവിടെ എത്താൻ പറ്റിയില്ലേ? നേരിട്ട് കാണാൻ പറ്റി. എനിക്കും വളരെ സന്തോഷം സൂസൻ നേരിട്ട് കാണാൻ പറ്റിയതിൽ. ഏകദേശം 2.5 വർഷത്തോളമായി നമ്മൾ പരിചയപ്പെട്ടിട്ട്. ടിക്ടോക്കിലൂടെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഗ്രൂപ്പ്. അതെ, ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, കട്ട്റൂം എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ ഇന്ന് നമ്മുടെ ഫൈസൽ ഭായ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിൻ്റെ ഒരു പ്രോഗ്രാമിനാണ് ഇവിടെ കോഴിക്കോട് വന്നത്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റി. ഞാൻ നേരെ ഇപ്പോൾ ഇവിടുന്ന് കണ്ടില്ലെങ്കിൽ തന്നെ മൂന്നാർ പോയി സൂസൻ്റെ നാട്ടിൽ കുമിളിയിൽ പോയി കാണാനായിരുന്നു പ്ലാനിങ് ഒക്കെ. അപ്പോൾ ഇവിടുന്ന് കാണാനുള്ള അതിനൊരു ഓപ്ഷൻ കിട്ടിയതുകൊണ്ട് വളരെ സന്തോഷം. അപ്പോൾ ഇന്നലെ എത്തിയില്ല. ഇന്ന് എത്ര മണിക്ക് ഇവിടെ എത്തിയത്? എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? നമ്മുടെ കാലിക്കറ്റിലോട്ടുള്ള യാത്ര വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്ക്. വിശേഷങ്ങളെന്ന് പറയാനായിട്ട് ഇന്നലെ രാവിലെ എല്ലാം പെട്ടെന്നായിരുന്നു. രാവിലെ ഇവിടുന്ന് ഒരു 8:30 ആയപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി കുമളിയിൽ നിന്ന്. പിന്നെ അവിടുന്ന് ഒരു കോട്ടയം വണ്ടി കിട്ടി. കോട്ടയം വണ്ടി കയറി കോട്ടയത്ത് വന്നിറങ്ങി. പിന്നെ അവിടുന്ന് ത്രൂവ് കോഴിക്കോട് ഒരു വണ്ടി കിട്ടി, അതിൽ കയറി. രാത്രി എവിടെ 8 മണിയാകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞതാണ്. ലേറ്റ് ആയിപ്പോയി. മുസ്ലിം ലീഗിന്റെ ഒരു ഇതുണ്ടായിരുന്നു, റാലി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഈ കൊറോണ സമയത്ത് ഇത്രയും ജനങ്ങളെ ഒരുമിച്ച് കാണുന്നത് ഇന്നലെയാണ് ആദ്യമായിട്ടല്ല. അത് സത്യമാണ്. ഇപ്പൊ ഈ ഇലക്ഷന്റെ ഇതിൽ ജനങ്ങളൊക്കെ ഒരുമിച്ച്. അതന്നെ. അപ്പം ഇവിടെ വന്നപ്പം 10:30 ആയി. രാത്രി 10. പിന്നെ നമ്മളെ ഫൈസൽ ഭായ് അതെ കോഴിക്കോട് വന്നു. ഫൈസലക്ക അവിടെ വന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു. 7:30 ആയപ്പോൾ അവിടെ വന്ന് എടുത്തു. പിന്നെ നമ്മളെ ഇപ്പോൾ സൂസന്റെ ഇപ്പോൾ പ്രോഗ്രാമും കാര്യങ്ങളും ഇപ്പോൾ എന്തൊക്കെയാണ്, അതിനൊക്കെ പറ്റി എന്താ പറയാനുള്ളത്? ഇപ്പോൾ അന്നത്തെ ആ ഫോട്ടോഷൂട്ടിന്റെ ശേഷം നല്ല പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ പറ്റി. ഷൂട്ടെന്ന് പറഞ്ഞാൽ ഒരു ഷൂട്ട് ഇങ്ങനെ എൻ്റെ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങിൻ്റെ ഒരു ഷൂട്ട്. അത് പിന്നെ വീട്ടിൽ 3 ദിവസം ഉണ്ടായിരുന്നു. മിഴിന്ന് പേര്, ഒരു ആൽബം. അപ്പൊ അതിന്റെ 3 ദിവസം ഷൂട്ട് മൂന്നാറിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇനി 3 ഷോട്ടും കൂടെ എടുക്കാനുണ്ട്. അപ്പം കുറച്ച് കഴിയുമ്പോൾ റിലീസ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിന്റെ മുന്നേ നമ്മുടെ മുരളിയപ്പാട് സാറിന്റെ പാട്ടിലൂടെയാണല്ലോ ഒന്നും കൂടി കൂടുതൽ ആളുകൾ അറിയപ്പെടും. അവരെ പറ്റിയുള്ളൊരു
ആദ്യമേ വൈറലായെന്ന് പറഞ്ഞാൽ മുരളി അപ്പാടത്ത് മാഷിന്റെ ഒരു പാട്ടിലൂടെയാണ് ഞാനിങ്ങനെ വൈറലായത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കോമഡി ഉത്സവത്തിൽ വന്നു. കോമഡി ഉത്സവം കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഹിന്ദു ഉത്സവം എന്ന് പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ റെഡ് കാർപ്പറ്റിന്റെ പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫോട്ടോഷൂട്ടിനെ പറ്റിയുള്ള ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ അതും പെട്ടെന്ന് പറയാനായിട്ട് എന്നെ മോഡലായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് അത് അഘൂരത എന്ന് പറയുന്ന ഒരു പ്രിയ ഷൈൻ്റെ പുള്ളിക്കാരിയാണ് അത് സെലക്ട് ചെയ്തത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ മനു ഡോക്ടർ എനിക്ക് ഫോട്ടോഷൂട്ടിന് എന്നെ വിളിച്ചത്. അപ്പോൾ അതിന് മുമ്പേ ഉള്ള ഒരു 2-2.5 വർഷം മുമ്പേ ഉള്ളൊരു പരിചയം, ടിക്ടോക്കിലൂടെ ഉള്ളൊരു നാട്ടുകാരനാണ്. അപ്പം ഇതിനെക്കുറിച്ച് ഈ അഘുരതയുടെ ഇതിൽ മോഡലായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എന്നോട് ഇന്നതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞ് തന്നിട്ടില്ല, വിളിച്ചിട്ടില്ല. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തുമില്ലായിരുന്നു. അപ്പം അത് സെലക്റ്റായി കഴിഞ്ഞ് പിന്നെ വേറെ ഒരു ഇതിലേക്ക് പോകരുതെന്ന് പറഞ്ഞു തരണം. പുള്ളിക്കാരിയുടെ തെറ്റല്ല, എൻ്റെയും തെറ്റല്ല. അപ്പം എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് അങ്ങനെ ഡോക്ടർ എന്നെ വിളിച്ചു, ഫോട്ടോഷൂട്ടിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത്രയും വൈറലാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു. അപ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നത് കല്യാണം കഴിച്ചു എന്നുള്ളതൊക്കെ എല്ലാവരും ഫോട്ടോസ് കുറേ ആളുകൾ ഇതുപോലെ കമന്റിലൂടെ ഒക്കെ ചോദിച്ചു. അതെ അതെ, ഒരുപാട് പേര്. അതുപോലെ തന്നെ ടിക്ടോക്ക്, ഞാൻ അവിടെ ഒമാനിൽ നിൽക്കുന്ന സമയത്ത് ടിക്ടോക്കിലൂടെ ആ ഫോട്ടോസും ഷെയർ ചെയ്തു. എൻ്റെ ഫോട്ടോസ് എല്ലാം തപ്പിയെടുത്തിട്ട് ഭയങ്കരമായിട്ടും ഷെയർ ചെയ്യലും ഒക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഒരു ആളുകളുടെ സ്നേഹം കൊണ്ടാണ് അവര് ഷെയർ ചെയ്യുന്നതും. പിന്നെ മിക്ക ആളുകൾക്കും അറിയത്തില്ല. എന്നാന്ന് വെച്ചാൽ ചിലര് പെട്ടെന്നായിരിക്കും വന്നിട്ട് നോക്കിയിട്ട് പോകുന്നത്. അപ്പോഴത്തേക്കിന് അവർക്കൊന്നും അറിയത്തില്ല, പിന്നെ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതുപോലെ ആ മാഷ എന്താണ് ഡോക്ടറെ കുറെ ചീത്ത വിളിക്കുന്ന കുറെ ഡോക്ടറെ എന്നെ ചീത്തയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെങ്കിൽ പുള്ളിക്കാരനെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ കമന്റ്സ് ഒക്കെ കണ്ടപ്പോ എനിക്ക് ആദ്യമേ ഒരു സങ്കടമൊക്കെ തോന്നി. എന്നാന്ന് വെച്ചാ അപ്പം പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു സാരമൊന്നുമില്ല. പിന്നെ കുറെ ആളുകൾ നമ്മളോട് ഇഷ്ടം കൊണ്ട് പറയും, അത് തന്നെ, പിന്നെ സങ്കടം കൊണ്ടൊക്കെ പറയുന്ന ഒരു ഇതാണത്. എന്തായാലും പിന്നെ അതുപോലെ തന്നെ നമ്മളെ കോമഡി ഉത്സവത്തിലെ അനുഭവങ്ങളൊക്കെ, അതൊക്കെ തുടക്കത്തിൽ എന്താ അങ്ങനെ ഉണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ? കോമഡി ഉത്സവത്തിലെ അതുപോലെ ഒരു ഫ്ലോറിൽ കയറിയത് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് എനിക്ക് ശരിക്കും എന്താ പറയുന്നത്, മിഥുൻ ചേട്ടനൊക്കെ ആണെങ്കിലും നല്ല ഒരു സപ്പോർട്ടായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു കോമഡി നടന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ ആ ഫ്ലോറിലോട്ട് കയറിയപ്പോഴത്തേക്കിനും മിഥുൻ ചേട്ടൻ പറഞ്ഞു, ആ വാസുസാന്നൊക്കെ പറഞ്ഞു. കയറി ചെന്നപ്പോഴത്തേക്കിനും പറഞ്ഞു, എന്നാ ഉണ്ട് വിശേഷം, സുഖം, അപ്പം നമുക്ക് പാട്ട് പാടാം, ഏത് പാട്ടാണ് പാടുന്നത്? അപ്പം ആദ്യമേ മുരളി അപ്പാടത്ത് മാഷിൻ്റെ പാട്ടാണ്. അപ്പോൾ അത് പാടി കഴിഞ്ഞപ്പോഴത്തേക്കിനും വേറെ ഏത് പാട്ടാണ് സൂസം പാടുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മറ്റേ പ്രണയവർണ്ണങ്ങളിലെ ആരോ വിരൽ മീട്ടി. അപ്പം എന്നാൽ ശരി പാടാം, തുടങ്ങുമല്ലേ? അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കിനും, അപ്പോൾ അതിന് മുമ്പേ ഞാൻ സ്റ്റേജിൽ കയറിയപ്പോഴത്തേക്കിനും ലിറിക്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മിഥുൻ ചേട്ടൻ എല്ലാവരോടും ലിറിക്സ് ഉണ്ടോ, ലിറിക്സ് അത് ഭയങ്കര ഒരു കോമഡി ആയിപ്പോയി. എന്നിട്ട് പിന്നെ ലിറിക്സ് ഒന്നും ഇല്ല. അപ്പം മിഥുൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ധൈര്യമായിട്ട് പഠിക്കൂ, ഞാനും പഠിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കിനും ആരോ വിരൽ മീട്ടി ആരോ തുടങ്ങിയപ്പോഴത്തേക്കിനും മിഥുൻ ചേട്ടൻ തുടങ്ങി, എന്നോട് പറഞ്ഞു പഠിക്കണം പറഞ്ഞു. അപ്പൊ മിഥുൻ ചേട്ടൻ തന്നെ തുടങ്ങി ആരോ, അപ്പൊ ഞാനും തുടങ്ങി. അതൊരു രസമായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. എന്തായാലും അതിനുശേഷം എല്ലാവരും കൂടുതലും സൂസന തീർച്ചയായിട്ടും. പിന്നെ ഈ ഫോട്ടോഷൂട്ട് ഇത്രയും വൈറലാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നെ അതുപോലെ വൈറലായി. അതെ, സൂസൻ ആ ഫോട്ടോസ് വൈറലായതിനു ശേഷം എൻ്റെ ചാനലിൽ, എൻ്റെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സെർച്ച് വന്നിരുന്നത് സൂസൻ ഓൾഡ് ഫോട്ടോസ് എന്നാണ് കൂടുതൽ സെർച്ച്. നമുക്ക് കാണാൻ കഴിയും ആരൊക്കെ നമ്മുടെ വീഡിയോസ് സെർച്ച് ചെയ്യുന്നു, ഏതൊക്കെ രീതിയിൽ സെർച്ച് ചെയ്യുന്നു നമുക്ക് അറിയാൻ പറ്റും നമ്മളെ ചാനലിലൂടെ. അപ്പോൾ അതിൽ കൂടുതലുണ്ടെങ്കിൽ സൂസൻ്റെ ഓൾഡ് ഫോട്ടോസ് ആയിരുന്നു സെർച്ച് ചെയ്തിരുന്നത്. അതാണ് ഒരു പ്രാവശ്യം ഞാൻ സൂസനോട് പറഞ്ഞല്ലോ, ഓൾഡ് ഫോട്ടോ വേണം. അപ്പം അങ്ങനെയൊക്കെ കുറേ സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ സൂസനെ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കൂടുതൽ ആളുകൾ അറിയാൻ പറ്റി സൂസനെ പറ്റി. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ചോദിക്കും കേട്ടോ, ഒന്നെങ്കിൽ പാട്ട് പാടുന്ന ചേച്ചില്ലേ, അല്ലെങ്കിൽ ആ ഇന്റർവ്യൂവിൽ വന്നല്ലേ, അല്ലെ ഫോട്ടോഷൂട്ട് ഈയിടെ കല്യാണം കഴിഞ്ഞു. അപ്പൊ അതാണ് അത് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞതാണോ.
പിന്നെ അതേപോലെ തന്നെ സൂസന് ആദ്യം ഫസ്റ്റ് ഒക്കെ എൻ്റെ ചാനലിൽ വന്നപ്പോൾ സൂസന് എങ്ങനെ ഈ പൊള്ളി എന്നുള്ളതിന് ഒരു എല്ലാവരും ചോദിക്കും ആസിഡ് ഒഴിച്ചതാണോ അങ്ങനെയൊക്കെ ഓരോരുത്തർ ചോദിച്ചു. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ആസിഡ് അറ്റാക്ക് ആണോ പക്ഷെങ്കിൽ അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. ഇപ്പൊ ഇത് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും അവർക്കൊക്കെ ഭയങ്കര ഒരു സങ്കടമായിരിക്കും. ഇതിങ്ങനെ എങ്ങനെ സംഭവിച്ചു, ധ്യാന കേന്ദ്രത്തിൽ വെച്ച് സംഭവിച്ചതാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കിനും അവർക്കൊരു സങ്കടമായിരിക്കും. അന്നത്തെ കുറെ അന്നത്തെ ഇന്റർവ്യൂലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് സൂസന്റെ കുറെ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കുന്നില്ല. ഇപ്പൊ എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ ഒരു ഇത് വന്നുകൊണ്ടല്ലേ എനിക്കിപ്പം ഈ ഒരു ഇതിലായ, അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും ആരെങ്കിലും എന്നെ കെട്ടിക്കൊണ്ട് പോയി 2 മക്കളായി അങ്ങനെ ആരും അറിയപ്പെടാതെ പോയി. അതെ, ചിലപ്പോ ഒരു കള്ളുകുടിയനായിരിക്കും എന്നെ കെട്ടുന്നത്. ഇടിയായി തൊഴിയായി പിന്നെ ഡൈവേഴ്സായി. ഇപ്പൊ എന്തായാലും ലോകം മൊത്തം അറിഞ്ഞല്ലോ, എല്ലാവരും സൂസനെ അറിയാം, സൂസൻ എല്ലാവരും അറിയപ്പെട്ടു. എന്തായാലും ദൈവത്തിന്റെ ഓരോ തീരുമാനമാണത്. അപ്പോൾ സൂസന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ. ഇനി നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സൂസൻ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ല പാട്ട് പാടുന്നതാണ്. എന്നാലും സൂസൻ നല്ല അടിപൊളി പാട്ട് നമ്മളെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് ആയിക്കോട്ടെ. സമറൻ ബദലഹീമിനകത്തിലെ ഒരു എത്രയോ ജന്മമായി എന്ന് പറയുന്ന പാട്ട് ഒരു 2 വരി പാടാം. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ, ദൂരതീരങ്ങളും മൂകതാരങ്ങളും സാക്ഷികൾ, എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. എന്തായാലും ഇന്നത്തെ നമുക്ക് സൂസനുമായിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റി. എന്തായാലും ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മൂന്നാർ ഇവരെ നാട്ടിലൊക്കെ പോകുന്ന വ്ളോഗൊക്കെ നമ്മളെ ചാനലുണ്ടാവും. ഇപ്പോൾ ഇന്ന് ഇങ്ങനൊരു അവസരം കിട്ടിയതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ സൂസൻ നമ്മളെ നാട്ടിൽ കോഴിക്കോട്, ഞാൻ മലപ്പുറമാണ്, കോഴിക്കോട് വന്നപ്പോൾ കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇവിടെ വരെ വന്നത്. എന്തായാലും സൂസനെ നേരിൽ കണ്ടു, ഇൻ്റർവ്യൂ ചെറിയ വീഡിയോ ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ കോഴിക്കോട് ഈ കാശ്മീർ കുന്ന് സ്ഥലത്തേക്ക് വരാൻ ഞങ്ങൾക്ക് അവസരം ഒരുക്കുന്നത് നമ്മുടെ ഫ്രണ്ട് ഫൈസലാണ്. ഫൈസൽ ഭായ്, അപ്പോൾ നമ്മളെ ഫൈസൽ ഭായ് ആണ് നമ്മളെ ഇങ്ങോട്ട് ക്ഷണിച്ചത് ഇവിടെ വരാനും സൂസന് ഇങ്ങോട്ട് വരാനും. അതെ, നല്ലൊരു ടിക്ടോക്ക് താരാണ്. ഞങ്ങൾ 3 ആളും ടിക്ടോക്കിൽ നിന്നാണ് പരിചയപ്പെടുന്നത്. ഒരു ഗ്രൂപ്പിൽ നിന്നാണ്, കട്ടുറുമ്പ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഞങ്ങൾ 3 ആളും പരിചയപ്പെടുന്നത്. അതിൽ ഇനിയും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതെ, കണ്ടവരുണ്ട്, കാണാത്തവരുണ്ട്. കണ്ടവരുണ്ട് കുറെ, അതുപോലെ കാണാത്ത. അതിൽ എടുത്തു പറയേണ്ട സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഷിഹാബ് ആലുവ, അതുപോലെ അജിലേഷ്, താഹിർ ഭായ്, അങ്ങനെ അനസ്, ഷാജി ചേട്ടൻ, ഇവരൊക്കെ, ഷിനാസ് ബ്രോ, സിനാസ്, അതുപോലെ കുറെ ആളുകളുണ്ട്, മഞ്ജു. അപ്പൊ ഞങ്ങളെല്ലാവരും ടിക്ടോക്കിൽ നിന്നാണ് പരിചയപ്പെട്ടത്. ഞാനും തുടക്കം ടിക്ടോക്ക് തന്നെ ആയിരുന്നു, പിന്നെയാണ് ഞാൻ ചാനലിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ ഒരുമിച്ച് കൂടാൻ പറ്റി, വളരെ സന്തോഷം. അപ്പോൾ ഇനിയും നല്ല കിടിലം വീഡിയോയുമായിട്ട് ഞങ്ങളെല്ലാവരും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങൾ മൂന്നാർ പോയിട്ട് മൂന്നാറിൻ്റെ വ്ളോഗും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും സൂസനെ ഇഷ്ടപ്പെടുന്ന, സൂസൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷിഹാബ് ഇത്രയും നാൾ ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് ഒരുപാട് നന്ദി. ഓക്കെ, അപ്പോൾ ബായ്, വീണ്ടും കാണാം നല്ല വീഡിയോയുമായിട്ട്. വീണ്ടും സന്ധിക്കും വരയ്ക്കും. വണക്കം.